കറിയനായിരുന്നു അയിലക്കറി. അയില മാങ്ങായിട്ട് പിറ്റാത്തി വെക്കുന്നവരാരോ വരുന്നുണ്ടല്ലോ. നമുക്ക് ഒരെണ്ണം മേടിക്കായിരുന്നു. കാശുണ്ടോ ചേച്ചി? ഇല്ല, ഒന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും? കത്തി നല്ല കത്തിയാണ്, ഞാൻ തന്നെ വീട്ടിൽ പണിതാണ്. ഓണമൊക്കെ അല്ലേ, ഒരെണ്ണം എടുക്ക്. ഇല്ല, പൈസ ഒന്നും കിടപ്പില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മേടിച്ച് കടവാക്കുന്നത്? ഒരെണ്ണം മേടിച്ച് തോന്നാമേ കാശുണ്ടെങ്കിൽ. ഇതിന് 50 രൂപയുണ്ട്. ഇതിന് 50 രൂപയാ? ഞാൻ വീട്ടിൽ ശരിയാക്കിയാണ്. ഓ, ഇത് ഭയങ്കര നഷ്ടമാണ്. പിന്നെ മോനെ ഏതായാലും ഒരു കാശും ഇല്ല മോനെ. ഇത് 200 രൂപ. എന്താണെന്ന് പറഞ്ഞാലും 1 രൂപ പോലും ഇല്ല. എന്ത് ചെയ്യാനാണ്? എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല മൂർച്ചയുള്ളതാണ്, ഒരെണ്ണം എടുക്ക്. 50 രൂപയല്ലേ ഉള്ളു അതിന്. ഇതാണ് 200 രൂപ തരണം. മോനെ അപ്പുറത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും വേണമെന്ന് ചോദിക്കും. ശരി എന്നാ. ശരി ശരി. ശരി. അതിന്റെ കാര്യം ഒരു കഷ്ടം. ഈ പൊരി വെയിലത്ത് നടക്കല്ലേ, ആര് മേടിക്കാനാണല്ലേ ചേച്ചി? അതെ, ആര് മേടിക്കാനാണ്? മേടിക്കാൻ വേണ്ടി നടക്കുകയല്ലേ. പിച്ചാത്തി കണ്ട? ഇത് ഞാൻ വീട്ടിൽ പണിത് പിച്ചാത്തി. വേണ്ട വേണ്ട വേണ്ട. ഇത് ഞാൻ തന്നെ പണിത് പിച്ചാത്തിയാണ് വീട്ടിലെ. എന്റെ പൊന്നേട്ടാ വേണ്ട, വീട്ടിൽ ആവശ്യത്തിന് പിച്ചാത്തി ഉണ്ടല്ലോ. അമ്മയില്ലേ ഇവിടെ? അമ്മ അപ്പനൊന്നും ഇല്ലേ? വിളിക്ക്. വേണ്ട, അമ്മ അച്ഛൻ ആരും വരേണ്ട കാര്യമില്ല. ചേട്ടൻ പോയിക്കോ. ഒന്ന് വിളിച്ചേ, അവർക്ക് ചിലപ്പോൾ വേണ്ടി വരും. അവർക്ക് കാര്യം മനസ്സിലാവും. വീട്ടിൽ ഇഷ്ടംപോലെ പിച്ചാത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളത്, അത് മതി, ആവശ്യത്തിന് അത് മതി. മോനെ, ഇതിലെ അങ്ങോട്ട് വഴിയുണ്ടാ? വീടുകളൊക്കെ ഉണ്ടോ അവിടെ? ഒരു സാധനം ഒന്നും ചെലവായിട്ടില്ല. ആ വഴി കൂടെ അങ്ങോട്ട് പോയിക്കോ, അവിടെ വീടുണ്ട്. എടാ, ആ അയാളെ ഇങ്ങോട്ട് വിളിച്ചേ. അയാള് നേരം വെളുത്തപ്പോ തൊട്ട് ഒന്നും ചെലവായില്ല, നമ്മൾ അടയ്ക്കുന്നു. വേണ്ടെങ്കിലും ഒരെണ്ണം എടുത്തേക്കാം. ഹലോ, ഇതാ ഇതിന് 50 രൂപയുള്ളു. ഈ കൈ ഇരിക്കുന്നതിന് 150 രൂപയാണ് വില. ഇത് കണ്ട, ഇത് 200 രൂപ. ഇത് 200 രൂപയാണ്. 150 രൂപ എന്നാ മതി. വെട്ടുകത്തി ഇച്ചിരി വില കൂടുതലാണ്, ഒരു 650 രൂപയാവും. എന്തായാലും ഞാൻ ഈ പിച്ചാത്തി എടുക്കാൻ പോയിന് കേട്ടോ. പിന്നെ എനിക്കിച്ചിരി കുടിക്കാൻ വെള്ളം തരുമോ? ചേട്ടൻ വല്ല കഴിച്ചായിരുന്നു? നീ ഞാൻ ചേട്ടനെ വിളിച്ചോണ്ട് പോവാ കേട്ടാ. ചോറെടുക്കാൻ രണ്ടെണ്ണം കൂടെ കൈയിട്ട് വാ കേട്ടാ. ചോറുണ്ടാ, അതൊക്കെ അവിടെ പോയി കൈയിട്ട് വന്നേ. ചോറുണ്ടാ. എന്റെ അമ്മ എവിടെ? അമ്മാ, എന്താടാ? ഞാൻ പോയി. ഭക്ഷണമൊക്കെ തന്നതിന് നന്ദിയുണ്ട്. ഇതെല്ലാം കൊണ്ടുപോയിട്ട് വേണം ഇനി ആരെങ്കിലും കണ്ട് ചെലവാക്കണം. ശരിയെന്ന്. അയ്യോ പോകരുത്, നീല് ഞാൻ ദൈവം വരുന്നേ. ഇഷ്ടംപോലെ പിച്ചാത്തികളുണ്ട്. പിച്ചാത്തികളൊന്നും ആവശ്യമില്ല, ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട്. ഇത് പിടിച്ചോ, ഇത് എന്റെ ഒരു ഓണസമ്മാനമായിട്ട് കൊണ്ട് ഇല്ല, ഒന്നും വിചാരിക്കട്ടെ. സന്തോഷമാണ്. ബാക്കിയുള്ളതൊക്കെ പോയി ചെലവാക്കാൻ നോക്കി. ഇതെന്റെ ഒരു ഓണസമ്മാനമായിട്ട് കുട്ടിക്ക്.
അല്ല എന്തിനാ കരയുന്ന? സന്തോഷം കൊണ്ടാ. സന്തോഷം കൊണ്ടാ. ഹാപ്പി ഓണം.